വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ, നന്ദിയാൽ വണങ്ങും തിരുമുന്നിന്നേരം ആരാധ്യന. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്ന് നീ യോഗ്യനാം. ഹല്ലേലൂയ, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിട്ടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. 2 തിമോത്തി 1:8 ദേവദാസ് ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം വായിക്കേണ്ടത് 2 കൊരിന്ത്യർ 5:23 തൊട്ടാണ് അല്ലേ? സോറി. അതെ അതെ, ഓക്കെ, വായിക്കട്ടെ. വായിക്കാം. 2 കൊരിന്ത്യർ 11:23 മുതൽ 27 വരെ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത,
എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ച് ഉള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മളെ താങ്ങി നടത്തുന്ന സ്വർഗീയ പിതാവിന് യേശുക്രിസ്തു വഴി മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ്. 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലാണ് നാം വന്നു നിൽക്കുന്നത്. കൊളോസ്യർ 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത്. നിങ്ങളെ പ്രതിയുള്ള കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് യഹൂദ മതത്തിൽ വളരെ മുമ്പനായി ആദരണീയനായി ജീവിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അതുവരെ ലാഭമായി കരുതിയതെല്ലാം അദ്ദേഹം നഷ്ടമായി എണ്ണി. യേശു ക്രിസ്തുവാണ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മിനിസ്റ്ററായി നിയമിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടതകൾ പൗലോസ് സഹിക്കാനിരിക്കുന്നു. അക്കാര്യം മുൻകൂട്ടി തന്നെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്തതുപോലെ പൗലോസ് ധാരാളം കഷ്ടതകൾ അനുഭവിച്ചു. എന്നാൽ ഈ കഷ്ടതകളൊന്നും തൻ്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല. ഇനി എന്തെങ്കിലും ദുഷ്ടതരം ചെയ്തിട്ടല്ല ഈ കഷ്ടത അനുഭവിച്ചത്. എല്ലാം ക്രിസ്തു നിമിത്തമാണ്. അവിടുത്തെ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ്, അവിടുത്തെ സുവിശേഷ സത്യത്തിന് യോഗ്യമായ രീതിയിൽ ജീവിച്ചതുകൊണ്ടാണ് ഈ കഷ്ടതകളെല്ലാം. ആ കഷ്ടത പൗലോസ് സഹിച്ചതുകൊണ്ടാണ് നിരവധി സഭകളിൽ ദൈവസഭകൾ ഉണ്ടായത്. ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി പൗലോസിൻ്റെ കഷ്ടതകൾ വളരെ പ്രയോജനകരമായി തീർന്നു. മാത്രമല്ല, പൗലോസിന് ഒരു കാര്യം അറിയാം. ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി അവിടുത്തെ സുവിശേഷത്തെ പ്രതി എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വലിയ പ്രതിഫലം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ആ നീതിയുടെ കിരീടം എനിക്കായി കർത്താവ് തരും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് സുവിശേഷ വേല നിമിത്തം കഷ്ടതകൾ ഉണ്ടായപ്പോൾ തനിക്ക് വേദന, കണ്ണീര്, പട്ടിണി എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് നൽകിയ മഹാസന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിരാശയോടെയല്ല ഇതെല്ലാം സഹിച്ചത്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. നാം കഷ്ടങ്ങളിലും അഭിമാനിക്കുന്നു, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. 2 തിമോത്തി 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. ക്രിസ്തു ക്രൂശിൽ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് ഇനി നമുക്കൊന്നും ഒരു കഷ്ടവുമില്ല. വളരെ സുഖകരമായൊരു ജീവിതം, കഷ്ടമൊന്നുമില്ല. വളരെ ആനന്ദത്തിൽ ജീവിച്ച് കർത്താവ് വരുമ്പോൾ നേരെ അങ്ങ് പറന്നു പോകാം. അങ്ങനെയുള്ളൊരു ഉപദേശമല്ല തിരുവചനം പഠിപ്പിക്കുന്നത്. കർത്താവ് വരുമ്പോൾ നാം ദൈവമക്കളായതുകൊണ്ട് എടുക്കപ്പെടും. എന്നാൽ ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. സ്വയത്തെ നിഷേധിച്ചുകൊണ്ട് നാൾ തോറും ക്രൂശെടുത്ത് അനുഗമിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത ഉപദേശം. അപ്പസ്തോലനായ പൗലോസ് തിമോത്തിക്ക് പ്രബോധനം നൽകുമ്പോൾ അദ്ദേഹം പറയുന്നത് 2 തിമോത്തി 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. പലരും ഇന്ന് പരസ്യമായി സുവിശേഷം പറയാത്തത്, ട്രാക്റ്റ് കൊടുക്കാത്തത് സുവിശേഷ വിരോധികളുടെ ആക്രമണം നിമിത്തമല്ല,
ലജ്ജയാണ്. പരസ്യമായി സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുവാൻ അവർക്ക് ലജ്ജയാണ്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്കൊക്കെ അത് ഒരു പരിധി വരെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പൗലോസ് പറയുകയാണ്, നീ നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ലജ്ജ നിമിത്തം ഒരുപാട് വിശ്വാസികൾ സുവിശേഷ വേല പരസ്യമായി ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. പൗലോസ് ഇപ്പോൾ തടവിലാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. സുവിശേഷം ഉപയോഗിച്ച് ധാരാളം പണക്കാരനാകാനല്ല, സുവിശേഷം ഉപയോഗിച്ച് ധാരാളം വസ്തുവകകൾ സമ്പാദിക്കാനല്ല ഉപദേശിക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. 2 തിമോത്തി 2:9 തൊട്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട്, സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയല്ല, കുടുംബത്തെ പോറ്റാനും വേണ്ടിയല്ല, പിന്നെയോ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങു വയ്ക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാനെല്ലാം സഹിക്കുന്നു. 2 കൊരിന്ത്യർ 7:4. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ്. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം, ഞങ്ങൾ വലിയ നിരാശയിലാണ് എന്നല്ല, ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ്. നാം ധ്യാനിക്കുന്ന വാക്യവും അതുതന്നെയാണ് പറയുന്നത്. കൊളോസ്യർ 1:24 ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. പൗലോസ് തടവിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഫിലിപ്പേ ലേഖനം. അവിടെ റിജോയ്സ്, ക്രിസ്തുവിലുള്ള സന്തോഷം, അതിനെക്കുറിച്ച് ധാരാളം തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ്. എഫേസ്യർ 3:13. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. എഫേസ്യ സഭയിലെ വിശ്വാസികൾക്ക് സുവിശേഷ സത്യങ്ങൾ പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് പൗലോസാണ്. അവർ പൗലോസിനെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ പൗലോസ് സുവിശേഷ നിമിത്തം ധാരാളം ഉപദ്രവം അനുഭവിക്കുകയാണല്ലോ. ആ വാർത്ത കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത ഹൃദയവേദന ഉണ്ടാവുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് എഫേസ്യർ 3:13, അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത്. പൗലോസിന് വേണ്ടിയല്ല ഈ സഹനം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, മറ്റു വിശ്വാസികൾക്ക് വേണ്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. കഷ്ടങ്ങളെ, ക്ലേശങ്ങളെ ക്രിസ്ത്യാനികൾ മറ്റൊരു വീക്ഷണകോണിലാണ് കാണുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടങ്ങൾ. യാക്കോബ് 1:2-3 വരെ, യാക്കോബ് 1:2-3 വരെ, എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, വിവിധ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കുവഴി തേടുമ്പോഴല്ല, പിന്നെയോ അവയെ ഫേസ് ചെയ്യുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ
എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അയ്യോ, ഞാൻ കുടുങ്ങിപ്പോയല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞാൻ ക്രൂശിൽ മരിക്കുന്നു. പക്ഷേ ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകില്ല. ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ, ക്രിസ്ത്യാനിയായാൽ നിന്ദയും പഴിയും ഉണ്ടാകില്ല. ഒരിക്കലും ക്രിസ്തു പറഞ്ഞില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികളോട് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. മത്തായി 5:11 തൊട്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പസ്തോലനായ പൗലോസ് സഹിച്ച കഷ്ടതകളുടെ ഒരു ലിസ്റ്റ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കഷ്ടതകളൊന്നും നിരാശയോടെയല്ല സഹിച്ചത്. യേശുക്രിസ്തുവിനെ പ്രതിയാണല്ലോ ഇതെല്ലാം സഹിക്കുന്നത്. ആ കഷ്ടതകൾ തങ്ക കഷ്ടതകളാണ്. 2 കൊരിന്ത്യർ 11:23 തൊട്ട് 2 കൊരിന്ത്യർ 11:23 തൊട്ട്, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗൃഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഈ കഷ്ടതകളൊക്കെ പ്രത്യാശയോടെ അദ്ദേഹം അനുഭവിച്ചു. കഷ്ടത പഞ്ചസാര കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കഷ്ടതയുടെ സമയത്ത് വേദനയുണ്ട്, പ്രയാസമുണ്ട്, കണ്ണീരുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് സഹിക്കുന്നത്? ഇതെല്ലാം കർത്താവിനെ പ്രതിയുള്ള കഷ്ടതകളാണ്. അപ്പോൾ ഹൃദയത്തിനകത്ത് നിരാശയില്ല. പുറമെയുള്ള ശരീരം ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ ശക്തിപ്പെടുകയാണ് പൗലോസ് പറയുന്നുണ്ട്. നിരന്തരമായ യാത്രകളും ശാരീരിക ഉപദ്രവങ്ങളും താൻ ഏറ്റുവാങ്ങിയ കൊടിയ പീഡനങ്ങൾ നിമിത്തം തൻ്റെ പുറമെയുള്ള മനുഷ്യന് വലിയ കേടുപാടുകൾ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിക്കുകയാണെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ, അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:8 തൊട്ട് 2 കൊരിന്ത്യർ 4:8 തൊട്ട്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും നിരാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു.
ഫിലിപ്പിയ ലേഖനം 2:17 തൊട്ട്, നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യും. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും, പഴയ നിയമത്തിൽ പാനീയ യാഗമുണ്ട്, അതുപോലെ ഒരു പാനീയ ബലിയായി തൻ്റെ ജീവൻ ചൊരിയപ്പെടേണ്ടി വന്നാലും, എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോടുകൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യും. അപ്പസ്തോലനായ പൗലോസ് ധാരാളം സഭകൾ സ്ഥാപിച്ചു. അത് വെറുതെ ഉണ്ടായതല്ല. അവിടെയെല്ലാം പൗലോസ് പോയപ്പോൾ ധാരാളം ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, പീഡനങ്ങൾ, പരിഹാസങ്ങൾ അനുഭവിച്ചു. ആ പീഡനങ്ങളും കഷ്ടതകളും വെറുതെയായില്ല. കൊളോസിലും എഫേസോസിലും മറ്റനേക സ്ഥലങ്ങളിൽ, കൊറിന്തിൽ ദൈവസഭകൾ ഉണ്ടാകുവാൻ പൗലോസ് അനുഭവിച്ച കഷ്ടതകൾ അതെല്ലാം കാരണമായി തീർന്നു. അതുകൊണ്ട് കഷ്ടതകൾ വളരെ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. അത് പൗലോസിനറിയാം. ഇന്ന് സുവിശേഷം വളരെ വേഗത്തിൽ വ്യാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ്? പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവമക്കളായ നമ്മൾ തന്നെ പൗലോസിനെ പോലെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് സുവിശേഷം പല രാജ്യങ്ങളിലും ഇന്ന് കാര്യമായ രീതിയിൽ ചലനമൊന്നും ഉണ്ടാക്കാതെ, ഒരു ചെറിയ ശതമാനം മാത്രം പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളുള്ളത്, ക്രിസ്ത്യാനികളുടെ നമ്പർ വളരെ ചെറുതായിരിക്കുന്നതിന് കാരണം ഇതാണ്. പൗലോസിനെ പോലെ കഷ്ടത സഹിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ മനസ്സുള്ളവർ കുറവാണ്. നമ്മളും അപ്രകാരം തന്നെയാണ്. ഇപ്രകാരമുള്ള കഷ്ടതയൊന്നും സഹിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? സ്വയം പരിശോധിക്കാം. എന്നാൽ പൗലോസ് ഈ കഷ്ടതകളെ എങ്ങനെയാണ് കണ്ടത്? നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യ ലേഖനം 1:24 ബ്രദർ ഒന്ന് വായിക്കാം. കൊളോസ്യ 1:24. കൊളോസ്യർ 1:24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. കൊളോസ്യ ലേഖനം 1-ാം 24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. സത്യവേദ പുസ്തകം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, ഈ വാക്യത്തിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈ വാക്യത്തിൻ്റെ അടുത്ത പകുതിയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ആൻഡ് ഇൻ മൈ ഫ്ലഷ് ഐ ഡു മൈ ഷെയർ ഓൺ ബിഹാഫ് ഓഫ് ദ ബോഡി വിച്ച് ഈസ് ദ ചർച്ച് ഇൻ ഫില്ലിംഗ് അപ്പ് ദാറ്റ് വിച്ച് ഈസ് ലാക്കിംഗ് ഇൻ ക്രൈസ്റ്റ്സ് അഫ്ലിക്ഷൻസ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത്. അപ്പസ്തോലനായ പൗലോസ് ധാരാളം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. പക്ഷേ പൗലോസ് എത്രമാത്രം കഷ്ടത സഹിച്ചാലും പൗലോസിൻ്റെ ഒരു കൊച്ചു പാപം പോലും പൗലോസിൻ്റെ കഷ്ടതകൾക്ക് മോചിച്ചു കൊടുക്കുവാനുള്ള കഴിവില്ല. എത്രമാത്രം പൗലോസ് കഷ്ടത സഹിച്ചാലും മറ്റൊരുവൻ്റെ പാപങ്ങൾക്ക് മോചനം കൊടുത്ത്
അവനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പൗലോസിന് കഴിവില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ക്രിസ്തു അനുഭവിച്ച കഷ്ടത, ആ കഷ്ടതയിൽ നമുക്കാർക്കും പങ്കാളിയാകാൻ പറ്റില്ല. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്പരിയാട്, ദൈവപുത്രൻ മാത്രം സഹിച്ച കഷ്ടത. ആ കഷ്ടതയുടെ പ്രത്യേകത എന്താണ്? ഒരു പാപവും ചെയ്യാത്ത ദൈവത്തിൻ്റെ പുത്രൻ പാപികളും ദോഷികളുമായ മനുഷ്യവർഗത്തെ അവർക്ക് പാപമോചനം നൽകി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ കഷ്ടത. ആ കഷ്ടതയിൽ നമുക്കാർക്കും പങ്കാളിയാകുവാൻ സാധ്യമല്ല. മാത്രമല്ല, ക്രിസ്തു മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി അനുഭവിച്ച ആ കഷ്ടതകൾ സമ്പൂർണ്ണമാണ്, അതിലൊരു കുറവുമില്ല. നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. 1-ാം അധ്യായത്തിൽ പൗലോസ് ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച ആ കഷ്ടത നിമിത്തം കൈവന്ന പ്രയോജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത്, ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതോ അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും. 20 തൊട്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് സമാധാനമുണ്ടാക്കിയത്. എന്താണ് ഈ സമാധാനം ദൈവത്തോട് നിരക്കുന്നത്? എങ്ങനെ? നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പസ്തോലനായ പൗലോസും ധാരാളം രക്തം ചിന്തിയിട്ടുണ്ട്. അത്രമാത്രം ചാട്ടയടി, കല്ലേറെല്ലാം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ രക്തം ചിന്തിയിട്ടുണ്ട്. പക്ഷേ പൗലോസ് എത്രമാത്രം രക്തം ചിന്തിയാലും ആ രക്തത്തിന് പൗലോസിൻ്റെ പാപത്തെ ക്ഷമിക്കുവാനോ മറ്റാരുടെയെങ്കിലും പാപത്തെ ക്ഷമിച്ച് ആ വ്യക്തിയെ മോക്ഷത്തിന് അവകാശിയാക്കുവാൻ കേൾപ്പില്ല. പൗലോസ് എത്രമാത്രം തടവിൽ കിടന്നാലും പൗലോസിൻ്റെ കഷ്ടതകൾക്ക് ആരെയും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനോ പിതാവായി ദൈവത്തോട് രമ്യതപ്പെടുത്തുവാനോ കഴിവില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ സഹിച്ച പീഡകളാണ് നമുക്ക് സമ്പൂർണ്ണ പാപമോചനവും പിതാവായ ദൈവത്തിങ്കലേക്ക് ആക്സസ്സും പ്രവേശന സ്വാതന്ത്ര്യവും തരുന്നത്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, എല്ലാം പൂർത്തിയായി. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കണം, പിതാവായി ദൈവത്തോട് രമ്യതപ്പെടുത്തുവാനുള്ള വഴി തുറക്കണം. അത് പൂർണ്ണമായും ക്രിസ്തു പൂർത്തീകരിച്ചു. അതുകൊണ്ട് ക്രിസ്തു സഹിച്ച മനുഷ്യവർഗത്തെ നീതീകരിക്കുവാൻ വേണ്ടി ക്രിസ്തു സഹിച്ച പീഡകളെല്ലാം സമ്പൂർണ്ണമാണ്. അതിനോട് കൂട്ടാനും പറ്റില്ല, അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഒരു സംശയം വരും. നാം ധ്യാനിക്കുന്ന വാക്യം എന്താണ്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ചിലർ അപ്പോൾ ഇങ്ങനെ ഒറ്റ വായനയ്ക്ക് ഇങ്ങനെ ഒരുപക്ഷെ ചിന്തിച്ചു എന്ന് വരും, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അത് ശരി. അപ്പോൾ ക്രിസ്തു കാൽവരി ക്രൂശിൽ കുറേ പീഡകളൊക്കെ സഹിച്ചെങ്കിലും അത് പൂർണ്ണമല്ല. ഇനി നമ്മളൊക്കെ കുറേ കഷ്ടതകൾ സഹിച്ചാൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നമ്മുടെ കഷ്ടം മൂലം നികത്തപ്പെടുകയുള്ളൂ. അതല്ല ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചത്. പൗലോസിന് എങ്ങനെയാണ് രക്ഷ കിട്ടിയത്? പൗലോസ് പാപികളിൽ ഒന്നാമനാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രിസ്തു ക്രൂശിലേറ്റ പീഡകൾ നിമിത്തമാണ് പാപികളിൽ ഒന്നാമനായ പൗലോസ് രക്ഷിക്കപ്പെട്ടത്. പൗലോസിൻ്റെ പ്രവൃത്തികൾ നിമിത്തമല്ല, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ നിമിത്തമാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പീഡകൾ വഴി അവിടുത്തെ അടിപ്പിണരുകളാൽ പാപസൗഖ്യം പ്രാപിച്ച സമ്പൂർണ്ണമായി നീതീകരിക്കപ്പെട്ട പൗലോസ് തുടർന്ന് ചെയ്തത് എന്താണ്? സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം ധാരാളം കഷ്ടതകൾ അനുഭവിച്ചു. ഈ 23-ാം വാക്യത്തിൽ, 24-ാം വാക്യത്തിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ആ പ്രത്യാശ
സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. പൗലോസ് ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രഘോഷകനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ 24-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്. ആ 24-ാം വാക്യത്തിൽ ഈ 24-ാം വാക്യം തന്നെ വീണ്ടും നമുക്ക് സാവകാശം ധ്യാനിക്കാം. പൗലോസ് അനുഭവിച്ച കഷ്ടത ആർക്കും ആത്മരക്ഷ കൊടുക്കുന്നില്ല. മറിയമാകട്ടെ, ഏതെങ്കിലും സഭാ നേതാവാകട്ടെ, അവർ അവരുടെ ശരീരത്തെ എത്രമാത്രം പീഡിപ്പിച്ചാലും ആ പീഡനങ്ങൾ വഴി മറ്റൊരു മനുഷ്യാത്മാവിനെ രക്ഷിക്കുവാനുള്ള കഴിവില്ല. എന്നാൽ യേശുവിനെ ആരെങ്കിലും അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവന് കഷ്ടതയുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ തീരുമാനിച്ചാൽ കഷ്ടതയുണ്ട്. ആ കഷ്ടത സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല, അത് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയാണ്. നമ്മൾ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കഷ്ടത ഉണ്ടാകും. പൗലോസിന് മാത്രമല്ല, നാം കഷ്ടത അനുഭവിക്കുന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയല്ല. കാരണം നമ്മുടെ കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. പക്ഷേ ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തിയ ഓരോ ദൈവ പൈതലും ക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടത ഉണ്ടാകും. അത് ക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 തൊട്ട്, ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ, ഈ ലോകം കഠിനമായി ക്രിസ്തുവിനെ പീഡിപ്പിച്ചു. ക്രിസ്ത്യാനികളെ ഇന്നും ലോകം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:33, യോഹന്നാൻ 16:33, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇനി പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 തിമോത്തി 3:12, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ആ വാക്യം വായിക്കാം സെബാസ്റ്റ്യൻ ബ്രദർ. 2 തിമോത്തി 3:12 വായിക്കാം. 2 തിമോത്തി 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവവും ഉണ്ടാകും. 2 തിമോത്തി 3:12, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. നാം ധ്യാനിക്കുന്ന വാക്യം വീണ്ടും വായിക്കുന്നു. കൊളോസ്യർ 1:24, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പല വചന പണ്ഡിതരും ഈ വാക്യത്തെ മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവായുള്ള ആ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്കാർദർ എന്ന് പറയുന്ന ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ശത്രുക്കൾക്ക് ക്രിസ്തുവിനോട് ചെയ്തതിൽ തൃപ്തി വന്നിട്ടില്ല. അവർക്ക് അത്രമാത്രം ശത്രുത ഉണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ദൈവപുത്രൻ ക്രൂരമായ പീഡനങ്ങൾ അന്നത്തെ സമൂഹത്തിൽ നിന്ന്, ദുഷ്ടരായ മനുഷ്യരിൽ നിന്ന് ഏറ്റുവാങ്ങി.
പക്ഷേ യേശുവിനോടുള്ള ശത്രുത അവസാനിച്ചിട്ടില്ല മനുഷ്യർക്ക്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. പക്ഷേ യേശുവിനോടുള്ള ശത്രുത വളരെ കഠിനമായതിനാൽ യേശു സ്വർഗത്തിലേക്ക് പോയിട്ടും മനുഷ്യർക്ക് ക്രിസ്തുവിനോടുള്ള ശത്രുത അവസാനിച്ചില്ല. പക്ഷേ ക്രിസ്തുവിനോടുള്ള ശത്രുത അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ഉപദ്രവിച്ചുകൊണ്ടാണ് അവർ ക്രിസ്തുവിനോടുള്ള ശത്രുത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാക്കാർദർ പറഞ്ഞു. ഇന്നും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. സഭയിലെ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്, നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ശത്രുത, മനുഷ്യൻ്റെ ശത്രുത അവസാനിച്ചിട്ടില്ല. ക്രിസ്തുവിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ, വിശ്വാസികളെ ആക്രമിക്കുന്നു. അങ്ങനെയാണ് ഈ വാക്യത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതായത് സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഇന്ന് സഭ അനുഭവിക്കുന്ന കഷ്ടതകളാണ് എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. ഇനി മറ്റൊരു വ്യാഖ്യാനം ഈ വാക്യത്തെ സംബന്ധിച്ച്, ആദ്യം പൗലോസ് ആരായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നില്ല, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. പക്ഷേ പൗലോസിന് ഒരിക്കലും അറിയുകയില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോൾ ക്രിസ്തു തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:4 തൊട്ട്, അവൻ നിലം പതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, ശൗൽ ശൗൽ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. തുടർന്ന് എന്താണ് സംഭവിച്ചത്? തുടർന്ന് പൗലോസ് ക്രിസ്ത്യാനിയായി. പിന്നീട് പൗലോസ് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ പൗലോസിന് എന്താണ് പ്രതിഫലമായി കിട്ടിയത്? ഒരുപാട് ഉപദ്രവങ്ങൾ. ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം ഒരുപാട് ഉപദ്രവങ്ങൾ പൗലോസിന് കിട്ടിക്കൊണ്ടിരുന്നു. പൗലോസ് ആരാണ്? യേശുവിൻ്റെ ശരീരത്തിലെ ഒരവയവമാണ്. യേശുവിൻ്റെ ശരീരത്തിലെ ഒരവയവമായ പൗലോസിന് ഉപദ്രവം കിട്ടുമ്പോൾ അതാരെയും ബാധിക്കുന്നു? യേശുവിനെയും. കാരണം എന്താണ്? ഈ ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു. അപ്പോൾ ഇന്ന് ലോകത്തിൽ ധാരാളം വിശ്വാസികളെ, സഭകളെ സുവിശേഷ വിരോധികൾ ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു. സഭ യേശുവിൻ്റെ ശരീരമാണ്. സഭയിലെ ഏതെങ്കിലും വിശ്വാസിക്ക്, വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് സുവിശേഷ നിമിത്തം ഉപദ്രവം ഏൽക്കുമ്പോൾ ആ വേദനയിൽ ക്രിസ്തുവും പങ്കാളിയാണ്. അതുകൊണ്ട് ക്രിസ്തു നിമിത്തം സഭ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന 24-ാം വാക്യത്തിൽ പറയുന്ന സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. ഇനിയും ധാരാളം ദൈവമക്കൾ പീഡനമേൽക്കാൻ ഇരിക്കുന്നുണ്ട്. ലോകത്തിൽ ഇനി ധാരാളം ക്രിസ്ത്യാനികൾ ഇനിയും ഉപദ്രവങ്ങൾ സഹിക്കാനിരിക്കുകയാണ്. അപ്പോഴൊക്കെ ആര് വേദനിക്കും? ക്രിസ്തു വേദനിക്കും. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി. ഈ സഭ എങ്ങനെയാണ് ഉളവായത്? സഭയെ ഉളവാക്കിയത് പൗലോസല്ല. സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് കഷ്ടത സഹിച്ചിട്ടുണ്ട്. സഭയിലേക്ക് ആളുകൾ വരാൻ വേണ്ടി പൗലോസ് കഷ്ടത സഹിച്ചിട്ടുണ്ട്. പക്ഷേ സഭ ഉളവാകുവാൻ വേണ്ടി പൗലോസ് കഷ്ടത സഹിച്ചിട്ടില്ല. പൗലോസിൻ്റെ മാനസാന്തരത്തിന് മുമ്പേ സഭ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ക്രിസ്തു ക്രൂശിൽ പീഡ സഹിച്ചു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു.
അങ്ങനെയാണ് സഭ ഉണ്ടായത്. സഭ ഉണ്ടാകുവാൻ, ക്രിസ്തുവിന് സഭ ഉണ്ടാകുവാൻ ഒരു മനുഷ്യൻ്റെയും സഹായമോ കഷ്ടമോ ആവശ്യമില്ല. കാരണം ക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ആ സഭ പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല. ഞാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എൻ്റെ സഭയെ പണിയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞില്ല. അത് ക്രിസ്തു തനിയെ തൻ്റെ പീഡാസഹനങ്ങൾ വഴി, ക്രൂശിൽ അനുഭവിച്ച പീഡകൾ വഴി ഇതാ സഭ സംജാതമായി. ഇനി സഭയിലെ വിശ്വാസികളെ നിലനിർത്താനും അവരെ കറക്റ്റ് ചെയ്യാനും അവർക്ക് നല്ല അവരുടെ മുമ്പാകെ ഒരു മാതൃകയുള്ള ജീവിതം നയിക്കാനുമൊക്കെ പൗലോസ് കഷ്ടം സഹിച്ചിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടത. സഭ ഉണ്ടാക്കുവാൻ ആരും കഷ്ടത സഹിക്കേണ്ട, കാരണം സഭ കർത്താവ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി. ഇങ്ങനെ ഒരു സഭയാകുന്ന ശരീരം ഉണ്ടാക്കിയത് പൗലോസല്ല, പത്രോസല്ല, മറിയമല്ല, അത് യേശുവാണ്. അവിടുത്തെ വിശുദ്ധ രക്തം ചിന്തി സഭ അങ്ങനെയാണ് ഉണ്ടായത്. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇനി ക്രിസ്തുവിൻ്റെ സന്ദേശം വഹിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ പൗലോസിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും കഷ്ടതയുണ്ട്, പീഡനമുണ്ട്. ഇന്ന് ലോകത്തിൽ ചില മതങ്ങളിൽ സന്യാസിമാരുണ്ട്. അവർ സ്വയം ശരീരത്തെ പീഡിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? വിശുദ്ധരാകുവാനും മോക്ഷപ്രാപ്തിക്കും വേണ്ടി. കത്തോലിക്ക സഭ പോലുള്ള ചില സഭകളിൽ അവിടുത്തെ പുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന ചില പാപപരിഹാര കർമ്മങ്ങളുണ്ട്. എന്തിനു വേണ്ടി? പാപമോചനം കിട്ടാനും മോക്ഷപ്രാപ്തിക്കുമായിട്ടൊക്കെ പലതരം സ്വയപരിത്യാഗ പരിപാടികൾ. വലിയ കുരിശുമരം ചുമക്കുക, മല കയറുക, മലയാറ്റൂർ മല കയറുക, കുറേ സമയം കൈ വിരിച്ച് പിടിക്കുക, അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക. പിന്നെ ദണ്ഡവിമോചനം ലഭിക്കാൻ വേണ്ടി ആ സഭയിലെ നേതാക്കൾ പറയുന്ന ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയൊക്കെ ശുദ്ധീകരണവും പാപമോചനവും ഏത് വിധേനയും ഇത്തരത്തിലുള്ള സഹനങ്ങൾ വഴി സ്വർഗത്തിൽ കടക്കുക. ഇത് കത്തോലിക്ക മതത്തിൽ മാത്രമല്ല, മറ്റു പല മതങ്ങളിലും കാണാം. പക്ഷേ അപ്പസ്തോലനായ പൗലോസ് സഹിച്ച പീഡനങ്ങളും കഷ്ടതകളും പൗലോസിൻ്റെ പാപമോചനത്തിനോ പൗലോസിന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാനോ ഒന്നുമല്ല. കാരണം പൗലോസ് അക്കാര്യം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. പിന്നെയോ ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തു ക്രൂശിൽ കഷ്ടം സഹിച്ചതുകൊണ്ട് നമ്മൾ തികച്ചും സൗജന്യമായി മോക്ഷത്തിന്, സ്വർഗത്തിന് യോഗ്യരായി തീർന്നു. നമ്മുടെ പ്രവൃത്തികൾ കൂടാതെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ യോഗ്യത നിമിത്തം അവിടുത്തെ അടിപ്പിണരുകളാലാണ് നമുക്ക് പാപസൗഖ്യം കിട്ടി നമ്മൾ പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ട് സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി തീർന്നിരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ക്രിസ്തുവിൻ്റെ പീഡാസഹനം വഴി രക്ഷിക്കപ്പെട്ട നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്, ഉപദ്രവമുണ്ട്, നിന്ദയുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. പൗലോസ് കുറേ കഷ്ടത അനുഭവിച്ചു. പൗലോസിൻ്റെ പാപങ്ങളോ മറ്റേതെങ്കിലും വ്യക്തികളുടെ പാപങ്ങളോ ആ കഷ്ടതകൾക്ക്, പീഡനങ്ങൾക്ക് മോചിച്ചു കൊടുക്കുവാനുള്ള കഴിവില്ല. പൗലോസ് ഒരു വലിയ മരക്കുരിശുമായി സീനായി മല കയറിയാലും പൗലോസ് സഹിക്കുന്ന അത്തരം പീഡനങ്ങൾക്ക് പൗലോസിൻ്റെ പാപങ്ങൾക്ക് പോലും മോചനമില്ല. അതുകൊണ്ട് പൗലോസ് അത്തരത്തിലുള്ള യാതൊരു പാപപരിഹാര പരിപാടികളും ചെയ്യുന്നില്ല. കാരണം കൃപയാലാണ്, വിശ്വാസം വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. എങ്ങനെ ദൈവത്തോട് രമ്യതപ്പെടാം? അതാണ് കൊളോസ്യ ലേഖനത്തിൽ നാം പഠിക്കുന്ന വാക്യത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ കഷ്ടത വഴിയല്ല,
ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം വഴിയാണ് നമുക്ക് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാക്യത്തെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കാം. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ എല്ലാവർക്കും സ്തുതിക്കാം. അതിനുശേഷം വീണ്ടും ധ്യാനിക്കാം. എല്ലാവർക്കും കർത്താവിനെ അല്പസമയം സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സഹിച്ച പീഠാസഹനങ്ങൾ വഴി ഞങ്ങൾക്ക് സൗജന്യമായി അങ്ങ് പാപമോചനം തന്നു. എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടല്ല കർത്താവെ, അവിടുത്തെ മഹാദയ ഒന്നുകൊണ്ട് മാത്രം പാപികളും ദോഷികളുമായി ഞങ്ങൾക്ക് ആ വീണ്ടെടുപ്പ് അങ്ങ് വാങ്ങി തന്നു. ഞങ്ങളെ അങ്ങ് വിലക്ക് വാങ്ങി അങ്ങയുടെ സ്വന്തമാക്കി. ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മഹത്വം. കർത്താവേ അങ്ങേക്ക് നന്ദി, കർത്താവേ അങ്ങേക്ക് നന്ദി, കർത്താവേ അങ്ങേക്ക് നന്ദി, കർത്താവേ അങ്ങേക്ക് നന്ദി, കർത്താവേ അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. അങ്ങ് ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമാണെങ്കിലും താഴ്മയുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം നൽകുവാൻ താഴ്മയുള്ളവരുടെ കൂടെ വസിക്കുന്ന കർത്താവേ, താറാഫുകൾ അങ്ങേ പരിശുദ്ധൻ 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 എന്ന് ആർത്തു ഘോഷിക്കുന്നു. അവിടുത്തെ കരുണ എത്രയോ വലുത്, അവിടുത്തെ വിശ്വസ്തത എത്രയോ വലുത്. ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോട് കാണിച്ച മഹാകാരുണ്യത്തിനായിട്ട് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധനായ കർത്താവിന് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായവനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ചിന്തിയ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം 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 സ്തോത്രം. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധനായ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളും മറക്കരുത്. കർത്താവേ, ശക്തി പകരുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കുന്ന കർത്താവിന് സ്തോത്രം. വചനം ഞങ്ങൾക്ക് തക്ക സമയം തരുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് ശാരീരിക വിശപ്പ് അടക്കാനുള്ള ഭക്ഷണവും ആത്മാവിന്റെ ഭക്ഷണമായ വചനവും തരുന്നതിനായിട്ട് സ്തോത്രം. മായമില്ലാത്ത അവിടുത്തെ വചനം ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള വചനം അങ്ങ് ഞങ്ങൾക്കായി തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ യോഗ്യതകളൊന്നും നോക്കാതെ അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചല്ലോ. യേശുവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. പിതാവായ ദൈവത്തോട് ഞങ്ങളെ രമ്യതപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ കർത്താവിന് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളോട് ദയ കാണിച്ച കർത്താവിന് സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ഭക്തന്മാരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം, ദയ എത്രയോ വലുത്. അത് ഞങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന കർത്താവേ. വരാമായിരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങള്, പിശാചിന്റെ ആക്രമണങ്ങൾ, ദുഷ്ടമനുഷ്യരുടെ ആക്രമണങ്ങൾ ഒന്നും വരാതെ ഞങ്ങൾ അത്ഭുതകരമായി താങ്ങി നടത്തിയ കർത്താവിന് സ്തോത്രം.
അങ്ങയുടെ ദൂതന്മാരുടെ സംരക്ഷണം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന്റെ അടുത്തേക്ക് വരാതെ, ഒരർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കാതെ, രാവും പകലും അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ സംരക്ഷണത്തിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസത്താൽ ദൈവശക്തിയാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന കർത്താവേ, എത്രയോ ആളുകൾ അപകടങ്ങളിലും അനർത്ഥങ്ങളിലും എല്ലാം മരിച്ചുപോയി കർത്താവേ. ഞങ്ങളെക്കാളും വിശുദ്ധന്മാർ, ഞങ്ങളെക്കാളും യോഗ്യന്മാർ പല രീതിയിലും വീണുപോയി. എന്നാൽ കർത്താവെ, അവിടുത്തെ ദയ ഒന്നുകൊണ്ട് മാത്രം, കൃപ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ നിലനിൽക്കുന്നു. ബലഹീനതയിൽ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു കർത്താവെ. ബലഹീനതയിൽ അവിടുത്തെ കൃപ ഞങ്ങളുടെ നേർ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുന്നു. എല്ലാ ചിന്താകുലങ്ങളും തൃക്കരത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കുന്ന കർത്താവെ, അത്ഭുതകരമായി പരിപാലിക്കുന്ന കർത്താവെ, തള്ളയാടുകളെ പതുക്കെ നടത്തുന്ന, ആട്ടിൻകുട്ടികളെ ഭുജത്തിലെടുക്കുന്ന കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, ബലഹീനത മനസ്സിലാക്കി ഞങ്ങളെ താങ്ങി നടത്തുന്ന കർത്താവിന് സ്തോത്രം. അമ്മയെക്കാളുപരിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തോത്രം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർന്നുകൊണ്ട്, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമാം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യ രാഗമാം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ. ദയ ലഭിച്ചോർ സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിനെ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും. പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹത്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. വീണ്ടും നമുക്ക് വചനധ്യാനത്തിലേക്ക് വരാം. നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യ ലേഖനം 1-24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. ക്രൂരമായ പീഡകൾ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങി. അവിടുത്തെ അടിപ്പിണരുകളാലാണ് നമുക്ക് പാപസൗഖ്യം കിട്ടിയത്. 2 പത്രോസ് 3:18. 2 പത്രോസ് 2:18 ഒരു മിനിറ്റ് ആ വാക്യം നടക്കട്ടെ. 2 പത്രോസ് 2:18. 2 പത്രോസ് 2:18. ഒരു മിനിറ്റ്. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പൗലോസ് സ്വീകരിച്ച അടിപ്പിണരുകളാലല്ല, അങ്ങനെ ആർക്കും പാപസൗഖ്യം കിട്ടുകയില്ല. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് പാപമോചനവും ദൈവത്തോടുള്ള രമ്യതയും അതെല്ലാം ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമാണ് ലഭിക്കുന്നത് എന്ന് പൗലോസ് തൊട്ട് മുകളിൽ പറഞ്ഞതിന് ശേഷമാണ് ഈ 24-ാം വാക്യം. കൊളോസ്യർ 1:14 അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഇനി സെബാസ്റ്റ്യൻ ബ്രദർ കൊളോസ്യർ 1:21 തൊട്ട് 23 വരെ വായിക്കും. കൊലോസ്യർ 1:21 മുതൽ 23 വരെ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. കൊളോസ്യ ലേഖനം 1:21 തൊട്ട്. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു തൻ്റെ മരണം വഴിയാണ് ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികളെ, നാം ഓരോരുത്തരെയും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ക്രിസ്തു ചെയ്ത ആ കർമ്മം സമ്പൂർണമാണ്. അതിനോടൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല, ഒന്നും എടുത്തു കളയേണ്ട കാര്യവുമില്ല. എല്ലാം പൂർത്തിയായി എന്ന് ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ വാക്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതായത് സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പസ്തോലനായ പൗലോസ് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാണ്, പ്രഘോഷകനാണ്. ക്രിസ്തുവിന് സുവിശേഷം അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഉപദ്രവങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അവിടുത്തെ വചനം അറിയിക്കുന്ന ശ്രമത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ, ഉപദ്രവങ്ങൾ ഏറ്റാൽ ആ കഷ്ടതകളെ വിളിക്കുന്നത് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ എന്നാണ്. 1 പത്രോസ് 4:12 തൊട്ട് വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാം.
1 പത്രോസ് 4:12 തൊട്ട്. 1 പത്രോസ് 4:12-13. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അപ്പസ്തോലനായ പത്രോസ് വിശ്വാസികൾക്ക് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വിശ്വാസികൾ അഗ്നിശോധന അനുഭവിക്കുകയായിരുന്നു. അവർ സ്വീകരിച്ച ക്രിസ്തുവിശ്വാസ നിമിത്തം അവരനുഭവിക്കുന്ന കഷ്ടതകളെ പത്രോസ് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്നാണ്. 1 പത്രോസ് 4:12 തൊട്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ. ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ്. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ പീഡനമേൽക്കുമ്പോൾ ആ ഉപദ്രവങ്ങളെ, കഷ്ടങ്ങളെ പത്രോസ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം കഷ്ടത അനുഭവിക്കുമ്പോൾ ആ കഷ്ടത്തെ പറയുന്ന പേരാണ് ക്രിസ്തുവിൻ്റെ കഷ്ടം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അത് വീണ്ടും 1 പത്രോസ് 4:16 പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ കഷ്ടം സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇനി 2 കൊരിന്ത്യർ 1:5 ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. പൗലോസ് അനുഭവിച്ച കഷ്ടതകൾ, ക്രിസ്തുവിനെ പ്രതിയുള്ള ഉപദ്രവങ്ങൾ, അത് ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ പൗലോസ് ക്രിസ്തുവിനെ പ്രതി അനുഭവിച്ച കഷ്ടങ്ങളെ വിശേഷിപ്പിക്കുന്നത് പത്രോസ് വിശേഷിപ്പിച്ച പോലെ തന്നെയാണ്. 2 കൊരിന്ത്യർ 1:5. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ. വാസ്തവത്തിൽ പൗലോസാണ് കഷ്ടം അനുഭവിച്ചത്. പക്ഷെ പൗലോസ് എന്താണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ. അതിൻ്റെ അർത്ഥം ക്രിസ്തു സഹിച്ചത് പൂർണ്ണമായിരുന്നില്ല, ക്രിസ്തുവിൻ്റെ കഷ്ടത കുറവായിരുന്നു എന്നല്ല. പിന്നെയോ ഒരുവൻ സ്വന്തം ക്രൂശെടുത്ത് അനുഗമിക്കുമ്പോൾ കഷ്ടതയുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയാകുമ്പോൾ കഷ്ടതയുണ്ട്. അത് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഇനി 2 കൊരിന്ത്യർ 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. അവിടുത്തെ മരണം, ക്രിസ്തുവിൻ്റെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. എങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ്റെ മരണം? ക്രിസ്തു നേരത്തെ മരിച്ചു പോയല്ലോ ക്രൂശിൽ കിടന്ന്. ആ മരണം എങ്ങനെയാണ് പൗലോസ് തൻ്റെ ശരീരത്തിൽ സംവഹിക്കുക? യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മരണം പൗലോസിന് തൻ്റെ ശരീരത്തിൽ സംവഹിക്കാൻ സാധിക്കുന്നത്? ഇതുപോലൊരു പ്രയോഗമാണ് നമ്മൾ കൊളോസ്യ 1:24 കാണുന്നത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ കുറവായത്. ഇവിടെ പൗലോസ് പറയുന്നത് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. പൗലോസ് ക്രിസ്ത്യാനിയായതിനു ശേഷം ക്രിസ്തു നിമിത്തം ധാരാളം ഉപദ്രവങ്ങൾ, സുവിശേഷ നിമിത്തം ധാരാളം പീഡനങ്ങൾ, തടവുകളൊക്കെ അനുഭവിച്ചു. തൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരുന്നു. അതിനെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. മുകളിൽ പറയുന്നുണ്ട്, ഞങ്ങൾ വീണ് കിടക്കുന്നു, ഞങ്ങൾ എല്ലാവിധത്തിലും തകർക്കപ്പെടുന്നു, പക്ഷെ നശിക്കുന്നില്ല. എല്ലാം സുവിശേഷ നിമിത്തം. ക്രിസ്തു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച്
സ്വന്തം ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇനി റോമാലേഖനം 8:17, റോമ 8:17, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ഇപ്പോൾ അവനോടുകൂടെ നാം കഷ്ടമനുഭവിക്കുന്നു. തനിച്ചല്ല, കർത്താവിനോട് കൂടെ നാം കഷ്ടം അനുഭവിക്കുന്നു. കാരണം ക്രിസ്തു ശിരസാണ്, നമ്മൾ അവയവങ്ങളാണ്. അപ്പോൾ തനിച്ചല്ല നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത്, പിന്നെയോ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും കർത്താവെ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ വചനം പഠിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തെ പ്രതി കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അതിന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കൂട്ടാകുക എന്നാണല്ലോ കർത്താവെ. അതുപോലെ അത് കർത്താവ് സഹിക്കുന്ന പീഡനങ്ങൾ വഴിയായിട്ട് കർത്താവെ ഞങ്ങൾക്ക് രക്ഷ പ്രാപിച്ച് ഞങ്ങൾ ഈ ലോകരെ കർത്താവെ ഞങ്ങളെയും പീഡിപ്പിക്കും. ഞങ്ങളുടെ യജമാനെ പീഡിപ്പിച്ച ദുഷ്ടജനം കർത്താവെ ദൈവത്തിൻ്റെ മക്കളെയും പീഡിപ്പിക്കും. അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ കർത്താവാണല്ലോ കർത്താവെ ആ ശരീരത്തിൽ വരുന്ന ആ പീഡനത്തിന്റെ വേദന കർത്താവ് അനുഭവിക്കുന്നത്. അങ്ങനെ കർത്താവെ എല്ലാ തരത്തിലും കർത്താവെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടം കർത്താവ് ഇന്നും എല്ലാ കാലത്തേക്കുമുള്ള കഷ്ടവും വേദനയും കർത്താവ് അനുഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് അത്രമാത്രം കഷ്ടം സഹിച്ചു കർത്താവെ. അതിനകത്ത് കർത്താവെ ആ കഷ്ടത്തിനകത്ത് അങ്ങയുടെ നാമത്തിന് വേണ്ടിയിട്ട് കഷ്ടം സഹിപ്പാനായിട്ട് ഞങ്ങളെ അനുവദിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. സന്തോഷം കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷം അനുഭവിക്കാനായിട്ടുള്ള വലിയ കൃപ തന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി കർത്താവെ. അങ്ങയുടെ കർത്താവെ കഷ്ടങ്ങളിൽ കൂട്ടാളുകളാകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നു ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. സന്തോഷത്തോടുകൂടി കഷ്ടങ്ങൾ അനുഭവിപ്പാനായിട്ട് ഇനിയും വലിയ കൃപ തന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും ആത്മാക്കൾ കർത്താവെ കൃപയിലേക്ക് വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശു കർത്താവിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.